പ്രാണശക്തി എന്ന് അർത്ഥം വരുന്ന ജപ്പാൻ വാക്കാണ്. ഇതൊരു എനർജി ഹീലിംഗ് മെത്തേഡാണ്. നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൂപ്പർ സാധനാ പദ്ധതിയായിട്ടാണ്. ഇതിൻ്റെ ഒരു കർമ്മ പ്രാരാബ്ദം റേക്കി മാസ്റ്ററെ ബാധിക്കുമോ? ഞാനാണിത് മാറ്റിയതെന്ന് ഒരു റേക്കിക്കാരനും അവകാശപ്പെടേണ്ടതില്ല. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് മാത്രമല്ല, ദീക്ഷ പോലും ഇതുപോലെ ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സങ്കല്പത്തിന് ആ സ്ഥലത്ത് എത്താൻ പറ്റുമെങ്കിൽ അവിടെ റേക്കിക്ക് എത്താൻ പറ്റും. ഇതൊരു എനർജി മാനേജ്മെൻറ്റ് മെത്തേഡാണ്. പഠിക്കാൻ വരുന്ന ആളുടെ യോഗ്യത എന്തായിരിക്കും? ബൗദ്ധ സമ്പ്രദായങ്ങളിലോ ആയുർവേദത്തിൻ്റെ തിയറിയിലോ പറയുന്ന പഞ്ചശീലങ്ങൾ പാലിക്കുന്നവരാണ് റേക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത്. പുസ്തകം നോക്കി പഠിക്കാവുന്ന ഒന്നല്ല, ഗുരുത്വം വേണ്ട ഒന്നാണ്. ഗുരുവിന് താന്ത്രികമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ മേലെയും ചെയ്യാനുണ്ട്. ഇത് പരാശക്തി ഉപാസനയാണ്, അതിശക്തമായിട്ടുള്ള ദീക്ഷയാണിത്. ഗുരു ശിഷ്യനെ തത്തുല്യനായിട്ട് കണ്ടിട്ടാണ് ദീക്ഷാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വിടുന്നത്. ഈശ്വരനും വിദ്യയും ഒന്ന് തന്നെയാണ്. ഈശ്വരൻ ആരോടും കോപമില്ല, ഈശ്വരൻ ആരെയും ശപിക്കുകയുമില്ല.